ആകാശവാണി വാർത്താവീക്ഷണം. പ്രബുദ്ധ കേരളത്തിന് കളങ്കമായി സ്ത്രീധന പീഡനം എന്ന സാമൂഹിക വിപത്ത്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ. അവതരണം ലിൻസ സിറാജ്. ഉയർന്ന സാക്ഷരതയും പുരോഗമന കാഴ്ചപ്പാടും ഉണ്ടായിരുന്നിട്ടും സ്ത്രീധന സമ്പ്രദായം കേരളീയ സമൂഹത്തിൽ ഹാനികരമായ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഗാർഹിക പീഡനവും സ്ത്രീധന മരണങ്ങളും ഏറുന്നതും പ്രബുദ്ധ കേരളത്തിൽ പുതുമയല്ലാതാവുന്നു. ഇന്ത്യയിൽ പുരാതന കാലം മുതൽക്കേ, പ്രത്യേകിച്ച് കേരളത്തിൽ, ആഴത്തിൽ വേരൂന്നിയ ഒരു സാമൂഹിക വ്യവസ്ഥയാണ് സ്ത്രീധന സമ്പ്രദായം. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ്. ഗാർഹിക പീഡന കേസുകളിൽ സ്ത്രീധനം ഒരു പ്രധാന ഘടകമാണ്. സ്ത്രീധന മരണമാണ് സ്ത്രീധന സമ്പ്രദായത്തിൻ്റെ ഏറ്റവും ദാരുണമായ അനന്തരഫലം. ഈ മരണങ്ങൾ കേവലം ജീവഹാനി മാത്രമല്ല, സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കുന്നതിലെ ദയനീയ പരാജയത്തിൻ്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ്. കേരളത്തിലെ സ്ത്രീകൾ ഉയർന്ന വിദ്യാഭ്യാസവും തൊഴിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നിട്ടും സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും വലിയ സാമൂഹിക സമ്മർദ്ദം നേരിടുന്നു. ഈ സമ്മർദ്ദം അവരുടെ സ്വാശ്രയത്വത്തെയും സ്വാഭിമാനത്തെയും തുരങ്കം വയ്ക്കുന്നു. സ്റ്റാറ്റസ് എന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക നില എന്നതിനു പകരം സമ്പത്തിനെ സൂചിപ്പിക്കുന്ന അനഭിലഷണീയ പ്രവണതയായി മാറി. ഇതാണ് സ്ഥിതി മോശമാക്കിയത്. വിദ്യാഭ്യാസത്തിലും ലിംഗസമത്വത്തിലും സംസ്ഥാനത്തിൻ്റെ പുരോഗമന നേട്ടങ്ങളെ അട്ടിമറിക്കുന്ന സ്ത്രീധന സമ്പ്രദായം കേരളത്തിലെ ദയനീയമായ ഒരു സാമൂഹിക വിപത്തായി നിലനിൽക്കുന്നു. സ്ത്രീധന പീഡനവും അതിനെ തുടർന്നുള്ള മരണങ്ങളും നമ്മുടെ നാട്ടിൽ പുതിയ കാര്യമല്ല. ഇത് സാധാരണമായത് പൊതുവെ സമൂഹത്തിൽ ഭീതിയും ആശങ്കയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സ്ത്രീധനം കിട്ടാൻ തനിക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞാണ് പല പുരുഷന്മാരും ആക്രമണത്തിന് മുതിരുന്നത്. അടുത്ത കാലത്ത് കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഉത്ര വധക്കേസ് ഉണ്ടായതിന് പിന്നാലെയാണ് സ്ത്രീധന പീഡനം മൂലം യുവതികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ 5-ലേറെ യുവതികളാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഗാർഹിക പീഡനവും ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതും ഭർത്താവ് കൊലപ്പെടുത്തുന്നതുമെല്ലാം നാം നിത്യേന പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. ഭർത്താവ് തന്നെ ആക്രമിക്കുന്ന വിവരം ബന്ധുക്കളോട് പറഞ്ഞതിൻ്റെയും ശരീരത്തിലെ മുറിവുകളുടെയും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കൊല്ലം സ്വദേശി വിസ്മയയുടെ മരണം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായാണ് ചർച്ച ചെയ്യപ്പെട്ടത്. കേരളത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് കൊല്ലം നിലമേലിൽ ബിരുദ വിദ്യാർത്ഥിനിയായ വിസ്മയയെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. വിസ്മയയുടേത് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് കുറ്റപത്രം പറയുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണയടക്കം 9 വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. ഭർത്താവായ പ്രതിക്ക് 10 വർഷത്തെ തടവ് ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് കോടതി വിധിച്ചത്. കോഴിക്കോട് പന്തീരങ്കാവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പീഡന സംഭവങ്ങളും അതിൻ്റെ അലയൊലികളും സമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉളവാക്കിയിരിക്കുന്നത്. സ്ത്രീധനം കിട്ടാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന് ഭർത്താവിൻ്റെ മർദ്ദനത്തിനിരയായ നവവധുവിൻ്റെ വെളിപ്പെടുത്തൽ. സംഭവം അത്യന്തം ദയനീയവും മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിയമപരവും ധാർമ്മികവുമായ എല്ലാ പിന്തുണയും പെൺകുട്ടിക്ക് നൽകുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അറിയിച്ചു. യുവതിയുടെ ഭർത്താവായ പന്തീരങ്കാവ് സ്വദേശിക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തത് സംഭവത്തിന്റെ ഗൗരവ സ്വഭാവം വ്യക്തമാക്കുന്നു. പരാതി ലഭിച്ചിട്ടും കേസെടുക്കാൻ വിമുഖത കാണിച്ചെന്ന പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിലാണ് പെൺകുട്ടിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ആലപ്പുഴ വള്ളികുന്നത്തും ഇടുക്കി ഉപ്പുതറയിലും തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലും പാലക്കാട് മണ്ണാർക്കാട്ടും യുവതികൾ മരിച്ചതും ഈ സംഭവ പരമ്പരയിലെ ദയനീയ ദൃഷ്ടാന്തങ്ങളാണ്. വിസ്മയ കേസിലുൾപ്പെടെ വ്യാപക പ്രചാരണവും ചർച്ചയും നടന്നിട്ടും സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന വസ്തുതയാണ്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഈ വർഷം മാർച്ച് വരെ സ്ത്രീകൾക്കെതിരായി 4804 അതിക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. ഔദ്യോഗിക രേഖയിൽ വരാത്ത സംഭവങ്ങൾ വേറെയുമുണ്ടാകാം. ഉയർന്ന സ്ത്രീധനം നൽകി പെൺമക്കളെ വിവാഹം നടത്തി വിടണമെന്ന് കരുതുന്നവരും അതേ രീതിയിൽ വാങ്ങണമെന്ന് കരുതുന്ന ആൺമക്കളുടെ രക്ഷകർത്താക്കളുമാണ് ഈ ദുര്യോഗത്തിന് കാരണമെന്ന് പറയാതിരിക്കാൻ വയ്യ. വധുവിൻ്റെ വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സ്ത്രീധനം ആവശ്യപ്പെടുന്ന പ്രവണത കാലക്രമേണ വർദ്ധിച്ച് സ്ത്രീധനം
അംഗീകൃത നാട്ടുനടപ്പ് പോലെ നിസ്സാരമായി കണക്കാക്കുന്ന സ്ഥിതിയായി. സാക്ഷരതയിൽ മുൻപന്തിയിലാണെങ്കിലും മലയാളി പെൺകുട്ടികൾ ജനിച്ചു വളരുന്ന ചുറ്റുപാടുകൾ അവളിൽ അടിച്ചേൽപ്പിക്കുന്ന ചുമതലകളും കടപ്പാടുകളും അനവധിയാണ്. സ്ത്രീധനം പെൺകുട്ടിയുടെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറിയിരിക്കുന്നു. സ്ത്രീധനം സ്വീകരിക്കുന്നതും വാഗ്ദാനം ചെയ്യുന്നതും നിയമപരമായി 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഭൂരിപക്ഷം പേരും ലംഘിക്കുന്ന നിയമമാണ് സ്ത്രീധന നിരോധന നിയമം എന്നതാണ് മറ്റൊരു വിരോധാഭാസം. 1961 ദേശീയ തലത്തിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. സ്ത്രീധനത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കുറവുമില്ലെങ്കിലും സ്ത്രീധന നിരോധന നിയമത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ വളരെ പരിമിതമാണ് താനും. രാജ്യത്ത് സ്ത്രീധനത്തിനെതിരായി നിയമങ്ങൾ പതിറ്റാണ്ടുകളായി പ്രാബല്യത്തിലുണ്ടെങ്കിലും അവ ഫലപ്രദമാകുന്നില്ലെന്ന് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീധന മരണങ്ങളും കൊലപാതകങ്ങളും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അനിയന്ത്രിതമായി നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിയമം നടപ്പാക്കാൻ അധികാരമുള്ള ഏജൻസികൾക്ക് ഇത് വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. പരാതികളുടെ അഭാവമാണ് സ്ത്രീധന വിരുദ്ധ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നെങ്കിലും പാരിതോഷികം എന്ന പേരിൽ സ്ത്രീധനം ഇപ്പോഴും നൽകി വരികയാണ്. പാരിതോഷികങ്ങൾ സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല. നിയമം ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് അധികൃതരാണ് ഉറപ്പാക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ നിയമത്തിൽ തന്നെ ആവശ്യമായ ഭേദഗതി വരുത്തണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ സ്ത്രീധന സമ്പ്രദായത്തിന്റെ കാരണമായി വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക ഘടകങ്ങളും സാമൂഹിക ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സ്ത്രീധനം എന്ന വാക്ക് കേൾക്കുമ്പോൾ പണ്ടേയുള്ള വിവാഹങ്ങളെക്കുറിച്ചാണ് പൊതുവെ ചിന്തകൾ രൂപപ്പെടുന്നത്. പല നാടുകളിലായി വിവിധ സംസ്കാരങ്ങളിലും മതങ്ങളിലും ചരിത്രപരമായ കാലഘട്ടങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു പുരാതന പാരമ്പര്യമാണ് സ്ത്രീധനം. അത് പണമോ വസ്തുക്കളോ മറ്റ് ജംഗമങ്ങളോ അല്ല, വരന്റെ വീട്ടുകാർ ആവശ്യപ്പെടുന്നതുമല്ല, ഒരു മംഗളകർമ്മത്തിന്റെ ഭാഗമായുള്ള ആചാരത്തിന്റെ ഭാഗം മാത്രം. പരമ്പരാഗതമായി ഇത് വധുവിന്റെ കുടുംബത്തിൽ നിന്ന് വരന്റെ കുടുംബത്തോടുള്ള സൗമനസ്യത്തിന്റെ ഭാഗമായാണ് പരിണമിച്ചത്. ഇത് അവരുടെ വീട്ടിലേക്ക് പെൺകുട്ടിയെ സ്വാഗതം ചെയ്യുന്നതിന്റെ പ്രതീകമായും കണക്കാക്കപ്പെട്ടിരുന്നു. ഈ സമ്മാനം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കരുതൽ എന്ന നിലയിലും പരിഗണിച്ചിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് സ്ത്രീധനത്തിന്റെ കൃത്യമായ ഉദ്ഭവം വ്യക്തമല്ലെങ്കിലും ചുരുക്കം ചില വിഭാഗങ്ങളിലെ ചില ചടങ്ങുകളിൽ ആചാരമായാണ് ഇത് നിലനിന്നു പോകുന്നത്. ആചാരം പിന്നീട് ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ അവകാശമായി മാറിയതോടെ പ്രശ്നങ്ങളും ആവിർഭവിച്ചു. സ്ത്രീധനത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മുക്തമായ കൂടുതൽ സമത്വവും നീതിയുക്തവുമായ ഒരു സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കണം. സ്ത്രീധനം ആവശ്യപ്പെടുന്നവരുമായി ഒരു ബന്ധവും വേണ്ടെന്ന് പെൺകുട്ടികൾ ഉറച്ച തീരുമാനമെടുത്താൽ തന്നെ തീരാവുന്ന പ്രശ്നമാണിത്. അതിനുള്ള ആർജവം വളർത്തുകയാണ് കുടുംബവും സമൂഹവും ചെയ്യേണ്ടത്. സ്ത്രീധനം സ്ത്രീയുടെ അസ്തിത്വത്തെ തന്നെ ദുർബലപ്പെടുത്തും. സ്ത്രീധനമല്ല, സ്ത്രീയാണ് ധനം എന്ന കാഴ്ചപ്പാടിലേക്ക് സമൂഹത്തെ മാറ്റി ചിന്തിപ്പിക്കുന്ന വഴികൾ തുറക്കണം. സ്ത്രീകളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്വമാണെന്ന് ബോധ്യപ്പെടുത്തണം. ഭർതൃഗൃഹത്തിൽ നിന്നേൽക്കുന്ന പീഡനം സർവം സഹകളായി സ്ത്രീകൾ സഹിക്കണമെന്ന സമൂഹത്തിന്റെ മനോഭാവം മാറണം. നിയമോപകരണങ്ങൾ പ്രയോജനപ്പെടുത്തിയും സാമ്പത്തിക സ്വാതന്ത്ര്യം വളർത്തിയെടുത്തും ഈ മാറ്റത്തിന് നേതൃത്വം നൽകാൻ ഇന്നത്തെ യുവതികൾക്ക് കഴിയും. സ്വന്തം ജീവിതത്തിന്മേൽ നിയന്ത്രണം സ്വായത്തമാക്കാനുള്ള കഴിവാണ് സ്ത്രീ ശാക്തീകരണം. സ്ത്രീധന നിരോധന നിയമത്തെപ്പറ്റി കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണ്. എല്ലാ ജില്ലകളിലും ഡൗറി പ്രൊഹിബിഷൻ ഓഫീസറും ഉപദേശക സമിതിയുമുണ്ട്. നിയമ സംവിധാനം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി സ്ത്രീധന പീഡനങ്ങളും മരണങ്ങളും ഒഴിവാക്കേണ്ടത് സമൂഹത്തിന്റെ മാത്രമല്ല ഓരോ വ്യക്തിയുടെയും കടമയാണ്. സ്ത്രീധന മോഹികളായ അത്യാഗ്രഹികളെ നേരാവണ്ണം കൈകാര്യം ചെയ്യാതെ എന്ത് നവകേരളമാണ് സൃഷ്ടിക്കപ്പെടുക? സ്ത്രീധന പീഡനത്തിന്റെ യഥാർത്ഥ ഇരകളെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷയും ലഭിക്കണം. അതേസമയം നിരപരാധികളെ ലക്ഷ്യം വെക്കുന്നതിന് നിയമങ്ങൾ ദുർവിനിയോഗവും ദുർവ്യാഖ്യാനവും ചെയ്യപ്പെടുന്നില്ല എന്നുറപ്പാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. പ്രബുദ്ധ കേരളത്തിന് കളങ്കമായി സ്ത്രീധന പീഡനം എന്ന സാമൂഹിക വിപത്ത്.